പണിന്ന് തൂക്കിടാ. ഇത് ആദ്യമായിട്ടൊന്നല്ല, കസ്റ്റമേഴ്സ് ഒന്നും വരില്ലല്ലോ. കോളേജിലൊക്കെ ലവൊക്കെ ആയിരുന്നു. കുറെ കഴിയുമ്പോൾ ഡൗട്ട് ഇതൊക്കെ പകരുമെന്ന്. വിറ്റിലിഗോ പകരുമോ? ഇല്ല. വിറ്റിലിഗോ ബേസിക്കലി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അതായത് നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ബോഡിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ബേസിക്കലി ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. വിറ്റിലിഗോയിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ഈ കറുപ്പ് കളർ ഉണ്ടാക്കുന്ന സെല്ലുകൾ, അതായത് മെലനോസൈറ്റ്സ് എന്ന് പറഞ്ഞ സെല്ലുകളാണ് മെലാനിൻ എന്ന് പറഞ്ഞൊരു പിഗ്മെന്റ് ഉണ്ടാക്കുന്നത്. ഈ മെലനോസൈറ്റ് സെല്ലുകൾ നശിപ്പിച്ച് കളയാം നമ്മുടെ ബോഡി തന്നെ. അതിനെയാണ് അങ്ങനെ നശിപ്പിച്ച് കളയുമ്പോൾ നമുക്ക് ആ ബ്ലാക്ക് കളർ പിഗ്മെന്റ് ഉണ്ടാവാതെ വരുമ്പോഴാണ് നമുക്ക് ഈ വെള്ള പാണ്ട് പോലെ ചില രീതിയിൽ വൈറ്റ് പാച്ചസ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്നത്. അതാണ് ബേസിക്കലി വിറ്റിലിഗോ എന്ന് പറയുന്നത്. ഇതൊരിക്കലും പകരണ ഒരു അസുഖമോ അങ്ങനെ പേടിക്കേണ്ട ഒരു അസുഖമോ അല്ല. ഇത് യൂഷ്വലി നമുക്ക് പല ഫാക്ടേഴ്സ് ഉണ്ട്. ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രെസ്സുമായിട്ട് ചിലർക്ക് റിലേറ്റഡ് ആണ്. ചിലർക്ക് ഈ വേറെ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുണ്ട്, തൈറോയിഡ്, അതേപോലെ തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ്, അങ്ങനത്തെ രീതിയിലുള്ള പല ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുടെ ഭാഗമായിട്ടും വിറ്റിലിഗോ കണ്ടുവരാറുണ്ട്. ചിലർക്ക് ഒരു കാരണവും ഇല്ലാതെ വേറെ ചിലപ്പോൾ ട്രിഗേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ വരാം. ചിലർക്ക് യൂഷ്വലി ചിലപ്പോൾ സ്ട്രെസ്സോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ട്രിഗറിന്റെ ഭാഗമായിട്ട് വിറ്റിലിഗോ വരാം. വിറ്റിലിഗോ വരുന്ന സ്ഥലത്തിനനുസരിച്ചാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ലിപ്പിന്റെ അവിടെ വരുന്നതോ അല്ലെങ്കിൽ കൈന്റെ ഫിംഗർ ടിപ്സിൽ വരുന്ന വിറ്റിലിഗോ, ആ രീതിയിലുള്ള വിറ്റിലിഗോ ഉണ്ട്. അതേപോലെ തന്നെ വേറെ ബോഡിയുടെ പല ഭാഗത്ത് വരുന്ന വിറ്റിലിഗോ. അപ്പോൾ ഹെയറിന്റെ പ്രസൻസ് ഉള്ള ഭാഗങ്ങളിൽ വരുന്ന വിറ്റിലിഗോ പാച്ചസ് കുറച്ചും കൂടി പെട്ടെന്ന് ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യും. കാരണം ഈ ഹെയർ ഫോളിക്കിൾസിന്റെ താഴെ ഈ മെലാനിൻ ഉണ്ടാക്കുന്ന സെല്ലുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹെയർ ഇല്ലാത്ത ഭാഗങ്ങളിൽ വരുന്ന വിറ്റിലിഗോ പാച്ചസ്, ഇപ്പോൾ ഫിംഗർ ടിപ്സിലോ അല്ലെങ്കിൽ ലിപ്പിലൊക്കെ വരുന്ന വിറ്റിലിഗോ പാച്ചസ് കുറച്ചും കൂടി ട്രീറ്റ്മെന്റിന് റെസിസ്റ്റന്റ് ആണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ക്രീമുകൾ കൊണ്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് അടിച്ചിട്ടുള്ള ഫോട്ടോതെറാപ്പി ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അങ്ങനത്തെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഇതിനുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ചില ഏരിയാസിൽ വരുന്ന വിറ്റിലിഗോയ്ക്ക് നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. നമുക്ക് ആ വിറ്റിലിഗോ ഉള്ള ഭാഗം നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് വേറെ സെല്ലുകളുടെ രീതിയിലുള്ള ഇത് വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റും വിറ്റിലിഗോ സർജറീസും അങ്ങനത്തെ കാര്യങ്ങളും കുറച്ചുണ്ട്. ബ്ലിസ്റ്റർ ഗ്രാഫ്റ്റിംഗ്, പഞ്ച് ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും ഇതിനുണ്ട്. അപ്പോൾ വിറ്റിലിഗോ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ പേടിക്കേണ്ട ഒരു അസുഖമല്ല. സ്ട്രെസ് ഇതിനെ കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ വിറ്റിലിഗോ ഉള്ള ആളുകളിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാറുള്ള അവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവാന്നുള്ളതാണ്. സ്ട്രെസ് ആക്ച്വലി ഇതിനെ കൂട്ടാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. സോ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. എന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ട്രീറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ആകെയുള്ള ഒരു പ്രോബ്ലം. എന്നാലും ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ്. ഇതൊരിക്കലും കണ്ടേജിയസ് ആയിട്ടുള്ള വേറൊരാൾക്ക് പകരുന്ന രീതിയിലുള്ള ഒരു അസുഖമല്ല.